ഹീറോയിന്റെ കുളിസീനൊക്കെ ഇൻട്രോ സീനായി കൊടുക്കുന്ന ദാരിദ്ര്യം പിടിച്ച ഡയറക്ടർമാർ ഇപ്പോഴും ഉണ്ടല്ലേ. ജാൻവി കപൂറിനൊക്കെ എന്തിനാണ് കൊണ്ടുവന്നിരിക്കുന്നത്? നിനക്ക് അവനെ വേണമെങ്കിൽ എനിക്കിതാ, ഞാൻ കെട്ടിക്കോളാം, നീ കെട്ടുകയാണെങ്കിൽ ഞാൻ വേറൊരുത്തനെ കെട്ടിക്കോളാം. ഇതെന്തോന്നല്ലേ, അണ്ടർവെയർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇടാൻ വേണ്ടിയിട്ട്. സോ ദേവ അപരാധം ഞാൻ പറയില്ല. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ആവറേജ് ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ പണിയെടുത്തത് അനിരുദ്ധ് തന്നെയായിരുന്നു. മാസ് സീൻസ് ഒക്കെ ആള് മാക്സിമം എലവേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അത് മറ്റേ ആയുധ പൂജ സോങ് ആയാലും അതേപോലെ തന്നെ ഫിയർ സോങ് ആയാലും മാക്സിമം ആള് പണിയെടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ആയ സമയത്ത് നമ്മുടെ ജാൻവി കപൂർ അങ്ങോട്ട് വന്നു. അമ്മയെ അപ്പുറത്തെ വീട്ടിൽ ചേച്ചിയും കൂടി കൊച്ചു കുളിക്കുമ്പോൾ വന്നിട്ട് വാതിൽ തുറന്നിട്ടിട്ടാണ് ഫിലോസഫി ക്ലാസ് നടത്തുന്നത്. ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടാവും, ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അങ്ങനെ ചെപ്പണ്ടി മറ്റണ്ടി പറഞ്ഞിട്ടൊരു പാട്ടും കൂടി വന്നു. അതും കൂടി കഴിഞ്ഞപ്പോഴേക്കും പടം വേറൊരു ട്രാക്കിലോട്ട് അങ്ങോട്ട് പോയി. പിന്നെ അവസാനം ഒരു ക്ലൈമാക്സ്, ഇതുവരെ കണ്ടിൽ ഏറ്റവും മോശമായിട്ടുള്ള ക്ലൈമാക്സ് ആയിട്ടാണ് തോന്നിയത്. ഈ KGF-ഉം ബാഹുബലിയുടെ സ്റ്റോറിയും കൂടി മിക്സിയിലിട്ട് അടിച്ചതാണ് നമ്മുടെ ദേവരയുടെ സ്റ്റോറി. സോ ജൂനിയർ NTR ഇടയ്ക്കുന്ന ആളുടെ മുഖത്ത് ഒരു എക്സ്പ്രഷൻ പറയുന്ന സാധനം പോലും ഇല്ല. ഇതിന്